നമസ്കാരം. നമുക്കിന്ന് രാമായണത്തിലെ 2 സന്ദർഭങ്ങൾ എടുക്കാം. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കൂടെയുള്ളവർ എങ്ങനെ ആയിരിക്കണമെന്നും എങ്ങനെ ആയിരിക്കരുതെന്നും വ്യക്തമാക്കുന്ന 2 സന്ദർഭങ്ങൾ. ആദ്യത്തെ ഹനുമൽ സുഗ്രീവ സംഭാഷണമാണ്. രാമനും സുഗ്രീവനും സന്ധി ചെയ്തു. രാമൻ തൻ്റെ വാക്കു പാലിച്ച് ബാലീവധം ചെയ്തു. അതിനുശേഷം 4 മാസത്തിന് ശേഷം, ഒരു മഴക്കാലത്തിൽ ആ ഒരു സമയത്തിന് ശേഷം സീതാന്വേഷണം തുടങ്ങാം, അതിന് സഹായിക്കാമെന്ന് സുഗ്രീവൻ വാക്ക് കൊടുത്തിരുന്നു. എന്നാൽ അധികാരത്തിൽ മതോന്മുക്തനായ സുഗ്രീവൻ അതെല്ലാം മറന്നു കഴിയുകയാണ്. ഈ ഒരു അവസരത്തിൽ സുഗ്രീവന്റെ മന്ത്രിയായ സാക്ഷാൽ ഹനുമാൻ സുഗ്രീവനോട് സംസാരിക്കുന്നതും സുഗ്രീവൻ ചെയ്യുന്ന തെറ്റിനെക്കുറിച്ച് അദ്ദേഹത്തെ ബോധിപ്പിക്കുന്നതുമാണ് ഈ ഭാഗം. ഹനുമൽ സുഗ്രീവ സംഭാഷണം ഞാൻ വായിക്കാം. അധ്യാത്മരാമായണാണ്. ഇങ്ങനെ വാഴുന്ന കാലമൊരു ദിനമങ്ങു കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു പവനജൻ അഗ്രേ വണങ്ങി നിന്നേകാന്തമാം വണ്ണം. കേൾക്ക കപീന്ദ്ര, നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം. നിന്നുടെ കാര്യം വരുത്തി രഘുത്തമൻ, മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ. പിന്നെ നീയോ നിരൂപിപ്പില്ലേതുമെൻ എന്നുടെ മാനസേ തോന്നുന്നിതഹോ. ബാലി മഹാബലവാൻ കപിപുങ്കവൻ, ത്രൈലോക്യ സംവദൻ ദേവരാജാത്മജൻ. നിന്നുടെ മൂലം മരിച്ചു ബലാൽ അവൻ, മുന്നമേ കാര്യം വരുത്തിക്കൊടുത്തിതു. രാജ്യാഭിഷേകവും ചെയ്തു മഹാജനപൂജ്യനായി താരയുമായിരുന്നീടു നീ. എത്ര നാളുണ്ടിരിപ്പിങ്ങനെയെന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ. ആദ്യവാശോ വാ പരശോധവാ തവ മൃത്യു ഭവിക്കും, അതിനില്ല സംശയം. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. പർവ്വതാഗ്രേ നിജസോദരൻ തന്നോട് മുർവീശ്വരൻ പരിതാപേന വാഴുന്നു. നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചതില്ലേതുമേ. വാനരഭാവേന മാനിനീസക്തനായി പാനവും ചെയ്തു മതിമറന്നോഹം. രാപ്പകലുമറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നിങ്ങനെ. അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനെയും നിർണയം. അതായത് രാമൻ വാക്ക് പാലിച്ചു, പക്ഷെ നീ എന്താ ചെയ്തത്? നീ ഇതെല്ലാം മറന്ന്, നിന്റെ വാക്കെല്ലാം മറന്ന് സുഖിച്ച് ജീവിക്കുകയാണ്. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊപ്പമാണ്. പിന്നെ ഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിനക്ക് പറയുന്നത്, എനിക്കിങ്ങനെ തോന്നുന്നു എന്നെല്ലാം പറഞ്ഞ് വ്യക്തമായിട്ട് സുഗ്രീവന്റെ തെറ്റിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇനി അത് കേൾക്കുമ്പോൾ സുഗ്രീവൻ എങ്ങനെ പ്രതികരിക്കുന്നു നോക്കാം. സത്യമത്രേ നീ, സുഗ്രീവൻ പറയാണ്, സത്യമത്രേ നീ പറഞ്ഞതു നിർണയം. ഇത്തരം ചൊല്ലും അമാത്യനുണ്ടെങ്കിലോ പൃഥ്വീശൻ ആപത്തും എത്തുകയില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞു തരുന്ന മന്ത്രിമാരുണ്ടെങ്കിൽ, ഇപ്പോൾ സുഹൃത്തുക്കൾ എന്നൊക്കെ വായിക്കാം ഇന്നത്തെ കാലത്ത്, അവരുണ്ടെങ്കിൽ ഒരിക്കലും രാജാവിന് ആപത്ത് പറ്റുകയില്ല. അതായത് തെറ്റ് ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുകയല്ല, മറിച്ച് വ്യക്തമായത് ചൂണ്ടിക്കാണിക്കുകയും നല്ല ഭാഷയിൽ അത് ചൂണ്ടിക്കാണിക്കുകയും തെറ്റ് തിരുത്തേണ്ട വഴി പറഞ്ഞു കൊടുക്കുകയും ഹിതകരമായത് ഉപദേശിക്കുകയും ചെയ്യുന്ന ആളാണ് നല്ല സുഹൃത്ത്. ഇവിടെ 2 വാക്കുകളുണ്ട്, ഹിതം, പ്രിയം. പ്രിയം എന്ന് വെച്ചാൽ ഒരാൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളത്. ഹിതം എന്ന് വെച്ചാൽ അയാൾക്ക് ശരിക്കും നല്ലതായിട്ടുള്ളത്. എപ്പോഴും നമ്മുടെ നല്ല സുഹൃത്തുക്കൾ നമുക്ക് ഹിതമാണ് ഉപദേശിക്കേണ്ടത്, പ്രിയമല്ല. ഹിതമായിട്ടുള്ള കാര്യം പ്രിയം കൂടി ആയാൽ നല്ലത്, പക്ഷെ ഹിതമായിട്ടുള്ള കാര്യം പ്രിയമല്ലെങ്കിൽ പോലും ഹിതമാണ് ഉപദേശിക്കേണ്ടത്. ഹിതവും പ്രിയവും തമ്മിൽ എവിടെയെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വന്നാൽ ഹിതം ഉപദേശിക്കുന്നവനാണ് നല്ല സുഹൃത്ത്. അതുകൊണ്ടാണ് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ കർണൻ ഒരു നല്ല സുഹൃത്താണെന്ന് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. കാര്യം ദുര്യോധനെ കർണൻ ഒരിക്കൽ പോലും തിരുത്തിയതായിട്ടോ തിരുത്താൻ ശ്രമിച്ചതായിട്ടോ ഞാൻ വായിച്ചിട്ടില്ല. ഇനി എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ കർണനെ ഒരു നല്ല സുഹൃത്തായി കാണാൻ ബുദ്ധിമുട്ടാണ് ചില ആംഗിളുകളിൽ നോക്കുമ്പോൾ. ഓക്കെ, ഇനി 2ാമത്തെ സന്ദർഭം, എങ്ങനെയാണ് മന്ത്രിമാർ എങ്ങനെ ആവരുത് എന്നുള്ളത്. രാവണാദികളുടെ ആലോചന എന്നുള്ള ഭാഗമാണ്. ഹനുമാൻ വന്ന് ലങ്കാദഹനമൊക്കെ നടത്തി തിരിച്ചു പോവാണ്. രാമന്റെ സൈന്യം ഉടനെ തന്നെ ലങ്കയിലേക്ക് വരും. ഈ അവസരത്തിൽ മന്ത്രിമാരെ വിളിച്ചുകൂട്ടി രാവണൻ ആലോചിക്കുകയാണ് എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ മന്ത്രിമാര് പറയാണ്, ഇങ്ങനെ രാവണൻ ചൊന്നത് കേട്ടളവ് ഇംഗിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാൻ. രാവണന്റെ ഇഷ്ടം പോലെ പറയുന്നവരാണ് ഇവര്, പ്രിയം പറയുന്നവരാണ്, ഹിതം പറയുന്നവരല്ല. നന്നെത്രയും ഓർത്താളമുള്ളിൽ ഇത് ഇന്നൊരു കാര്യവിചാരമുണ്ടായതും. ലോകങ്ങളെല്ലാം ജയിച്ച ഭവാൻ ഇന്നൊരാകുലം എന്തു ഭവിച്ചതു മാനസേ. മർത്യനാം രാമങ്കൽ നിന്നു ഭയം തവ ചിത്തേ ഭവിച്ചതും എത്രയും അത്ഭുതം. ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്ന് എന്തിനാണ് ഇതേപ്പറ്റി ഒരു ആകുലത? വെറും മനുഷ്യനായ രാമനെ കുറിച്ച് എന്തിനാണ് ഇത്രയും ഭയം? ഇത് പറഞ്ഞിട്ട് രാവണന്റെ പഴയ കുറേ വീരസാഹസിക കഥകൾ പറയുന്നുണ്ട്. അതെല്ലാം നടന്ന കാര്യം തന്നെയാണ്. പരമശിവന്റെ ചന്ദ്രഹാസത്തെ കിട്ടിയതും ദേവന്മാരെ ഒരുപാട് പേരെ തോൽപ്പിച്ചതും മയനുമായിട്ടുള്ള യുദ്ധം, കാലനുമായിട്ടുള്ള യുദ്ധം, കുബേരനുമായിട്ടുള്ള യുദ്ധം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് പറയാണ്, ത്രൈലോക്യവാസികളെല്ലാം ഭവത്ബലം ആലോക്യ ഭീതി കലർന്നു മരുവുന്നു. മാരുതി വന്ന് ഇവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാ. നാമൊന്ന് ഉപേക്ഷിക്ക കാരണാൽ ഏതുമൊരാമയമെന്നിയെ പൊയ്ക്കൊണ്ടതും അവൻ. ഞങ്ങൾ ആരാനും അറിഞ്ഞാകിലമെന്നും
ഞങ്ങൾ ആരാനും അറിഞ്ഞാകിൽ എന്നുമേ അങ്ങവൻ ജീവനോട് പോകയില്ലയല്ലോ. നമ്മളവനെ വിട്ട് കളഞ്ഞുകൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത്. ഞങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ഹനുമാൻ ജീവനോടെ പോകില്ലായിരുന്നു. ആര്? ഹനുമാൻ. ഇല്ലാത്ത കാര്യങ്ങൾ രാജാവിനെ സുഖിക്കാൻ വേണ്ടി വെറുതെ പറയുകയാണ്. ഇതാണ് രാവണ സഭയുടെ ഒരവസ്ഥ. നമ്മുടെ സറൗണ്ടിങ്സ് ഒരിക്കലും രാവണ സഭ ആവരുത്. എല്ലാവരും നമുക്ക് പ്രിയം മാത്രം ചൊല്ലുന്ന, നമ്മളോടുള്ള ഭയം കൊണ്ടോ നമ്മെ പ്രീതിപ്പെടുത്താനോ നമുക്ക് ഹിതമല്ലാതെ വെറും കള്ളമായ പ്രിയം മാത്രം ചൊല്ലുന്ന രാവണ സഭകളാണ് നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷമെങ്കിൽ അവ നമ്മളെ തന്നെ നശിപ്പിക്കും. തുടക്കത്തിൽ നമുക്ക് സുഖം കിട്ടും, പക്ഷെ നമുക്ക് ഇവൻച്വലി നമ്മുടെ നാശത്തിലേക്ക് നയിക്കുള്ളൂ. ഈ ഉപദേശം കേട്ട് യുദ്ധത്തിന് പോയ രാവണനും ലങ്കയ്ക്കും എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാലോ. ഇത്രയും പറഞ്ഞത് പോരാഞ്ഞ് പിന്നെ ഒരു പ്രതിജ്ഞ പറയാണ്. രസമാണ്. ഇത്തം ദശമുഖനോട് അറിയിച്ചുടൻ പ്രത്യേകം ഓരോ പ്രതിജ്ഞയും ചൊല്ലിനാർ. മാനസമോട് ഇന്നിനി ഞങ്ങളിൽ ഏകനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ. മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയും ഇല്ലെന്നതും വരും. ഇന്നൊരു കാര്യവിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്ക എന്നതും എത്രയും പാരമെളുപ്പം നമുക്കത് മുൾത്താരിൽ ഓർത്തരുളേണം ജഗൽ പ്രഭു. ഞങ്ങൾ ഒരാളെ യുദ്ധത്തിന് അയച്ചു കഴിഞ്ഞാൽ മനുഷ്യരും വാനരന്മാരും ഈ ലോകത്തില്ല എന്നുള്ള അവസ്ഥ വരും. അതായത് വീരവാദം ഒട്ടും നടക്കാത്ത കാര്യം പറയല്, രാജാവിനെ തെറ്റിദ്ധരിപ്പിക്കുക, രാജാവിന് ഹിതകരമായത് പറയാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് വഴി രാജാവിൻ്റെയും രാജ്യത്തിൻ്റെയും അവനവൻ്റെയും നാശത്തിന് കോപ്പുകൂട്ടുകയാണ് ഇവർ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു ആവരുത് ഒരിക്കലും നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ രാവണ സഭയിലെ മന്ത്രിമാരെ പോലുള്ളവരാണോ അതോ ഹനുമാനെ പോലുള്ളവരാണോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ ആരെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്, ആരെയാണ് നമ്മൾ കൂടെ നിർത്തുന്നത് എന്നുള്ളതും പ്രധാനമാണ്. പലപ്പോഴും നമുക്ക് ഒരു പരിധി വരെയെങ്കിലും സെലക്ഷൻ ഉണ്ട്. ഇത്തരത്തിൽ നമുക്ക് കള്ളമായ പ്രിയം ചൊല്ലുന്നവരെ കൂടെ നിർത്തിയാൽ അത് അപകടമാണ്. ഹിതകരമായ കാര്യം ചിലപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നിയേക്കും, പക്ഷെ നമുക്ക് എന്നും ഉപയോഗപ്രദമാകാൻ പോകുന്നത് ഹിതകരമായ കാര്യം ചൊല്ലുന്നവരാണ്. ഇവിടെ തന്നെ രാവണനോട് കുംഭകർണൻ, വിഭീഷണൻ, മാരീചൻ പലരും ഹിതം ഉപദേശിച്ചു. പക്ഷെ ആരെയും രാവണൻ കേട്ടില്ല എന്നുള്ള വേറെ കാര്യം. ഈ മന്ത്രിമാർ ഹിതം പറഞ്ഞിരുന്നെങ്കിലും അവരോട് രാവണൻ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്നുള്ളത് വേറെ ചോദ്യം, അത് വേറൊരു കാര്യം. പക്ഷെ എന്നാലും ഹിതം പറയുന്നവരെയാണ് നമ്മൾ ചുറ്റും കൂടെ നിർത്തേണ്ടത്. പ്രിയവും ഹിതവും, ഈ രണ്ട് വാക്കുകൾ രാവണ സഭയുടെ കൺസെപ്റ്റ്. ആരാണ് ഉത്തമ സുഹൃത്ത് അല്ലെങ്കിൽ ഉത്തമമായിട്ട് കൂടെ നിൽക്കുന്നവർ, ഇത്തരം കാര്യങ്ങളാണ് രാമായണത്തിലെ ഈ രണ്ട് സന്ദർഭങ്ങളിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. വീണ്ടും വീണ്ടും ഓർക്കുക, ഇതിഹാസങ്ങൾ വായിക്കുമ്പോൾ നമ്മളതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, നമ്മൾ ആരെ കൂടെ നിർത്തണം, ആരെ നിർത്തരുത്, ഒരുപാട് കാര്യങ്ങൾ. സുഗ്രീവൻ പറഞ്ഞത് കേട്ട് വിഭീഷണന് വേണ്ട സമയത്ത് ബുദ്ധി തോന്നി, വിഭീഷണൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു, ഒരു പ്രശ്നം ഉണ്ടായില്ല. രാവണനും ലങ്കയ്ക്കും എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടു. ഇതെല്ലാം വായിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി എപ്പോഴും മനസ്സിലോർക്കുക. രാവണ സഭകൾ ഉണ്ടാക്കാതിരിക്കുക, രാവണ സഭകളിൽ അംഗമാകാതിരിക്കുക കഴിവത്. ഓക്കെ, ഇത്രയാണ് പറയാനുള്ളത്. വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ ചിന്തിക്കുക.